കൂറ്റനാട് പടിഞ്ഞാറങ്ങാടി റോഡിലെ മലറോഡ് പ്രദേശത്ത് അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ജാഗ്രതാ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. മലറോഡ് പരിസരത്ത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ 5 അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. റോഡ് ആധുനിക രീതിയിൽ നവീകരിച്ചതോടെ വാഹനങ്ങളുടെ അമിതവേഗതയും അശ്രദ്ധയുമാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ മലറോഡ് കേന്ദ്രീകരിച്ചുണ്ടായ അപകടങ്ങൾ നാട്ടുകാരെയും യാത്രക്കാരെയും ഒരുപോലെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. മാർച്ച് 29-ന് മലറോഡിൽ 2 ബൈക്കുകൾ നേർക്കുനേർ കൂട്ടിയിടിച്ച് 2 പേർക്കാണ് പരിക്കേറ്റത്. 2 ദിവസം കഴിഞ്ഞ് ഏപ്രിൽ 2-ന് അർദ്ധരാത്രി 12-ഓടെ നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ഇലക്ട്രിക് പോസ്റ്റുകൾ ഇടിച്ചു തകർക്കുകയും ചെയ്തു. വലിയൊരു ദുരന്തമാണ് അന്ന് തലനാരിഴയ്ക്ക് ഒഴിവായത്. ടിപ്പർ അപകടം നടന്ന് അരമണിക്കൂറിനകം തന്നെ കാവശ്ശേരി പൂരം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നവർ സഞ്ചരിച്ച കാർ ഈ ഭാഗത്തെ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടത്തിൽപ്പെട്ടു. ഏപ്രിൽ 8-ന് മലറോഡ് സെന്ററിൽ കാറിന് പിറകിൽ ബൈക്കിടിച്ച് ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആളുകൾക്ക് നിസ്സാര പരിക്കേൽക്കുന്ന ചെറിയ അപകടങ്ങൾ പതിവാവുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡ് ആധുനിക നിലവാരത്തിൽ നവീകരിച്ചതോടെ വാഹനങ്ങൾ അമിതവേഗതയിലാണ് പാതയിലൂടെ കടന്നുപോകുന്നത്. മലറോഡ് മുതൽ പടിഞ്ഞാറങ്ങാടി വരെയുള്ള ഭാഗത്ത് നിരവധി വളവുകളും തിരിവുകളുമുണ്ട്. പലപ്പോഴും ഈ വളവുകളിൽ വേഗത നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. രാത്രികാലങ്ങളിൽ വെളിച്ചക്കുറവും അമിതവേഗതയും അപകടങ്ങളുടെ ആക്കം കൂട്ടുന്നു. അപകടങ്ങൾ പതിവായ കേന്ദ്രങ്ങളിൽ കൃത്യമായ മുന്നറിയിപ്പ് ബോർഡുകളോ വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളോ നിലവിലില്ല. അപകടമേഖല, വേഗത കുറയ്ക്കുക തുടങ്ങിയ അറിയിപ്പ് ബോർഡുകൾ അടിയന്തരമായി സ്ഥാപിക്കണമെന്ന ആവശ്യം പ്രദേശവാസികൾക്കിടയിൽ ശക്തമാണ്. പ്രധാന ജംഗ്ഷനുകളിലും വളവുകളിലും റിഫ്ലക്ടറുകളും സൈൻ ബോർഡുകളും സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. റോഡിന്റെ നവീകരണം യാത്ര സുഗമമാക്കിയെങ്കിലും അത് മരണക്കിണിയായി മാറുന്നത് തടയാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പോലീസ് പരിശോധനകൾ കർശനമാക്കണമെന്നും അപകടങ്ങൾ തുടർക്കഥയാകുന്ന മലറോഡ് പരിസരത്ത് ശാസ്ത്രീയമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും ആവശ്യം ശക്തമാവുകയാണ്.